പ്രൈസ് ദി ലോർഡ്. മനുഷ്യജീവിതത്തിൽ പ്രയാസങ്ങൾ ഏറുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നവരാകുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു. സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഇതൊരു മനുഷ്യ സ്വഭാവമാണ്. ദൈവം ഇത് കണ്ട് മടുത്ത് പലപ്പോഴും മനുഷ്യനോട് പല രീതിയിൽ, പല വേളയിൽ, പല ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് ദൈവം മനുഷ്യനോട് ഇടപെട്ടിട്ടുണ്ട്. തിരുവചനത്തിൽ ധാരാളം വചനങ്ങൾ അതിന് നമ്മെ ധരിപ്പിക്കുവാൻ, മനസ്സിലാക്കുവാൻ ഉണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ, പ്രളയം അവസാനിക്കുന്ന വേളയിൽ ഭൂമിയിൽ വെള്ളം വറ്റിയോ ഇല്ലയോ എന്ന് തിരിച്ചറിയുവാൻ നോഹ പെട്ടകത്തിൻ്റെ കിളിവാതിൽ തുറന്നു ഒരു മലങ്കാക്കയെ വെളിയിൽ വിട്ടു. ആ മലങ്കാക്ക ഒരു സന്ദേശം നോഹയുടെ അടുത്ത് കൊണ്ടുവന്നു. ഭൂമിയിൽ വെള്ളം വറ്റിയിട്ടില്ല, എല്ലായിടത്തും വെള്ളം, ചിലയിടങ്ങളിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ആ മലങ്കാക്ക 7-ാം വാക്യത്തിൽ വായിക്കുന്നത്, അത് വെള്ളം വറ്റിയ സ്ഥലം വരെയും പോവുകയും തിരികെ വരികയും പോവുകയും തിരികെ വരികയും ചെയ്തുകൊണ്ടിരുന്നു. ഇറ്റ്സ് എ കണ്ടിന്യൂസ് എക്സ്പീരിയൻസ്. അതിനുശേഷം നോഹ തിരഞ്ഞെടുത്തത് ഒരു പ്രാവിന്, നിഷ്കളങ്കയാണ്, മലിനമൊന്നുമില്ല, ശുദ്ധിയുള്ള പക്ഷി. തിരുവചനത്തിൽ പ്രാവിന് നല്ലൊരു പേരുണ്ട്. ദൈവം അതിനെ ശുദ്ധിയുള്ള പക്ഷികളിൽ ഉൾപ്പെടുത്തി ഒന്നാമത് പേർ ചൊല്ലി വിളിച്ചു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നോഹ ഇതാ പെട്ടകത്തിൻ്റെ കിളിവാതിൽ തുറന്ന് പ്രാവിനെ വെളിയിൽ വിട്ടു. പ്രാവ് ദേശത്തെല്ലാം ഊടാടി സഞ്ചരിച്ചു. കാൽ വയ്ക്കുവാൻ സ്ഥലമില്ല, എങ്ങും പാർക്കുവാൻ സ്ഥലമില്ലാതെ ദേശത്ത് വെള്ളം വറ്റിയിട്ടില്ല എന്നൊരു സന്ദേശവുമായി നോഹയുടെ അടുത്ത് വന്നു. വചനത്തിൽ എഴുതിയിരിക്കുന്നത്, നോഹ കരങ്ങൾ നീട്ടി പ്രാവിനെ വീണ്ടും കൈക്കൊണ്ടു പെട്ടകത്തിൽ പാർപ്പിച്ചു. കരുണ തോന്നി. പ്രാവ് ആവശ്യപ്പെട്ടു, വെള്ളം വറ്റിയിട്ടില്ല, എനിക്ക് പാർക്കുവാൻ കഴിയില്ല, അല്പനാളുകൾ കൂടെ എനിക്ക് വേണം. ദൈവം അത് ചെയ്തു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നോഹ അതേ പ്രാവിനെ വെളിയിൽ വിട്ടു. രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാവ് ചുറ്റി നടന്നു, ദേശമെല്ലാം ഊടാടി സഞ്ചരിച്ചു. വൈകുന്നേരത്ത് ഒരു പച്ചില, ഒരു ഒലിവിലയുമായി നോഹയുടെ അടുത്തേക്ക് തിരികെ വന്നു. നോഹയോട് ഇങ്ങനെ ഒരു സന്ദേശം കൊടുത്തു: ദേശത്ത് വെള്ളം വറ്റി വരുന്നു, എന്നാൽ എനിക്ക് കാൽ വയ്ക്കുവാൻ സ്ഥലമില്ല, എനിക്ക് വേണ്ടതായ ഭക്ഷണം ഇല്ല, ധാന്യങ്ങൾ വിളയാറായിട്ടില്ല, പ്രാണികളൊന്നും കിട്ടുന്നില്ല, പച്ചിലകൾ അങ്ങും ഇങ്ങുമെല്ലാം ഉണ്ടെങ്കിലും അല്പം കൂടി സമയം എനിക്ക് ആവശ്യമാണ്. നോഹയ്ക്ക് മനസ്സിലായി. നോഹ കൈ നീട്ടി വീണ്ടും അതിനെ സ്വീകരിച്ചു, പെട്ടകത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് അതേ പ്രാവിനെ നോഹ കിളിവാതിലിൽ കൂടെ വെളിയിൽ വിട്ടു. തിരുവചനത്തിൽ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അതൊരിക്കലും പിന്നെ തിരികെ വന്നില്ല. ഉണങ്ങിയ നിലം കണ്ടു, പാർക്കുവാൻ നല്ല സ്ഥലം കണ്ടു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നിഷ്കളങ്കയായ, ശുദ്ധിയുള്ള, മലിനമൊന്നും ഇല്ലാത്തതായ ഒരു പ്രാവിൻ്റെ 3 പ്രയാണത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ചു. 1, കാൽ വയ്ക്കുവാൻ സ്ഥലമില്ലാത്തപ്പോൾ രക്ഷകൻ്റെ അടുത്തേക്ക് ഓടി വന്ന ആ പ്രാവ്. 2, ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ട ആഹാരം, മതിയായ കൊശിയായിട്ടുള്ള ആഹാരമില്ലാഞ്ഞപ്പോൾ രക്ഷകൻ്റെ അടുത്തേക്ക് വന്ന പ്രാവ്. 3, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണങ്ങിയ നിലവുമുള്ളപ്പോൾ ഒരിക്കലും തിരികെ വരാത്ത പ്രാവ്. ഈ 3 അനുഭവം ഒരേ പ്രാവിൽ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ ഏറുമ്പോൾ നമ്മൾ രക്ഷകൻ്റെ മുഖത്തേക്ക് നോക്കുന്നു, നിലവിളിക്കുന്നു, നമ്മൾ പറയുന്നു, അല്പനാളുകൾ കൂടെ വേണം. ദൈവം നമ്മുടെ അവസ്ഥയെ കണ്ട് മനസ്സലിഞ്ഞു നമ്മെ തിരികെ കയറ്റുന്നു. ക്രോധം കഴിഞ്ഞു പോകുവോളം അറയിൽ കയറി വിശ്രമിക്കുക എന്ന് പറയുന്നു. ഒരു ആഴ്ചവട്ടം വീണ്ടും കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മളെ വിട്ടു. 3 ആഴ്ചവട്ടം, മനുഷ്യൻ്റെ ജീവിതത്തിലെ 3 ആഴ്ചവട്ടം. നോക്കൂ, 2ാമത്തെ ആഴ്ചവട്ടത്തിൽ നമ്മുടെ പരാതി, നമ്മുടെ ഇൻഫർമേഷൻ രക്ഷകൻ്റെ അടുത്ത് കൊണ്ടുവന്നത്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും പോരാ, എനിക്ക് രുചിയുള്ള ആഹാരം, ഞാൻ കഴിക്കുന്ന ആഹാരം, ഞാൻ കാൽ വയ്ക്കുവാനുള്ളതായ ഉണങ്ങിയ നിലം ഇതുവരെയും ആയില്ല, എനിക്ക് അല്പം കൂടെ സാവകാശം തരണം. അത് നോഹ കൈക്കൊണ്ടു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ അവസ്ഥയെ മനസ്സിലാക്കിയ ദൈവം നമ്മോട് കരുണ തോന്നുന്നു. 3ാമതും നമ്മൾ പോയപ്പോൾ ദൈവം അത് പരീക്ഷിച്ചു. നാം
ഒരിക്കലും തിരികെ വരാത്തവരായി മാറി. എന്താണ് കാരണം? ഉണങ്ങിയ നിലം, സൗകര്യങ്ങളെല്ലാം ഉണ്ട്, എവിടെ വേണമെങ്കിലും പാർക്കാം, തലമുറകൾ പെരുകുവാൻ പറ്റിയതായ സ്ഥലങ്ങൾ, വൃക്ഷങ്ങൾ, ഒളിക്കുവാനുള്ള സ്ഥലം, എങ്ങും അനുകൂലമായ സാഹചര്യം. അത്രയും നാളും സഹജീവികളൊക്കെയും ചത്തൊടുങ്ങിയതായ സമയത്ത് അനേക വന്യമൃഗങ്ങളുടെ ഇടയിൽ സംരക്ഷണം ഒരുക്കിയ ആ നോഹയോട് ഒരു താങ്ക് യു പറയുവാൻ മനസ്സില്ലാതെ പോയ പ്രാവ് ഒരിക്കലും തിരികെ വന്നില്ല. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 3-ാം അധ്യായത്തിലേക്ക് വരാം. പ്രവാചകൻ എഴുതുന്ന ആ വാക്യത്തെ ഒന്ന് ശ്രദ്ധിക്കൂ. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽക്കൂടിനെയും പുൽത്തൊട്ടിയെയും അറിയുന്നു. എങ്കിലും എൻ്റെ ജനം നിഷ്കളങ്കർ, നീതിമാന്മാരെന്ന് കേട്ടവർ, വിശ്വാസികളെന്ന് കേട്ടവർ, മലിനമില്ലാത്തവരെന്ന് കേട്ടവർ, നല്ല പേരും സൽപ്പേരും സമ്പാദിച്ചവർ, ദൈവം പോലും അവരെക്കുറിച്ച് നല്ല സാക്ഷ്യം പറഞ്ഞവർ, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. അറിയാത്തതിന് ഒരു കാരണമുണ്ട്. അവർക്കിപ്പോൾ അറിയേണ്ട ആവശ്യമില്ല. അവർക്കെല്ലാം ഉണ്ട്. ഉണങ്ങിയ നിലമുണ്ട്, സൗകര്യങ്ങളുണ്ട്, വിശാലമേറിയ നിലം, ദേശം അവർക്ക് ചുറ്റും ഇതാ കിടക്കുന്നു, നീണ്ടു പരന്ന് കിടക്കുന്നു. തലമുറകളോളം കഴുകി തിന്നു കുടിക്കുവാനുള്ളതായ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വൃക്ഷലതാദികളിൽ പാർക്കുവാൻ നല്ല സ്ഥലം. നമ്മുടെ ജീവിതത്തിലെ 3 അനുഭവങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ എടുത്ത് കാണിക്കുക. ഒരേ പ്രാവ് 3 പ്രയാണം, ഒരേ പ്രാവ് 3 ആഴ്ചവട്ടം, ഒരേ പ്രാവ് 3 സ്വഭാവം, ഒരേ പ്രാവ് 3 സന്ദേശം, ഒരേ പ്രാവ് 3 അനുഭവങ്ങൾ. നമ്മെ നമ്മുടെ കർത്താവ് നോക്കുമ്പോൾ ഈ നമ്മുടെ പ്രയാണത്തിൽ, ഇതിലേത് പ്രയാണത്തിൽ കൂടെ നാം ആയിരിക്കുന്നു? മലങ്കാക്കയെ നോക്കൂ. അത് മലങ്കാക്കയാണെങ്കിലും അതിനെ അയച്ചവനോട് അവനൊരു കടപ്പാടും. വെള്ളം വറ്റിയിടം വരെ പോവുകയും തിരികെ വരികയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. 7-ാം വാക്യം, അവൻ ഒരു മലങ്കാക്കയെ പുറത്തു വിട്ടു, അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയും വന്നും കൊണ്ടിരുന്നു. വർത്തമാനകാലം. അത് പോവുകയും വരികയും ചെയ്തത് അവസാനിപ്പിച്ചില്ല. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽക്കൂടിനെയും അറിയുന്നു. എങ്കിലും എൻ്റെ ജനം ഒരിക്കലും തിരികെ വരാതെ വണ്ണം സുഖസൗകര്യങ്ങൾക്കായി അവർ ഓടിപ്പോയി. അവരെ തിരികെ വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇപ്പോഴും ദൈവത്തിൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കേ, നീ തിരികെ വന്നിരുന്നു എങ്കിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഒരു തിരിച്ചുവരവിനെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സങ്കടത്തിൽ മാത്രമല്ല, അസൗകര്യങ്ങളിൽ മാത്രമല്ല, അല്ലെങ്കിൽ വിശപ്പിൽ മാത്രമല്ല, ഭവനമില്ലാത്തപ്പോൾ മാത്രമല്ല, നമ്മുടെയൊക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ ഇല്ലാത്തപ്പോൾ മാത്രമല്ല, എല്ലാം ഉള്ളപ്പോഴും, എല്ലാം സമൃദ്ധിയായി ഉള്ളപ്പോഴും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സമൃദ്ധിയായിരിക്കാനും ഒന്നുമില്ലാതിരിക്കാനും എനിക്കറിയാം, ഞാൻ അഭ്യസിച്ചിട്ടുണ്ട്. ദൈവം എന്നെ നടത്തിയ പാതകളിലൊക്കെയും ഞാൻ ദൈവത്തോടടുക്കുന്നുള്ളവരായി തീർന്നു. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ദൈവം നമുക്ക് തരുന്ന സമൃദ്ധി, ദൈവം നമ്മെ കാണിക്കുന്ന ഉണങ്ങിയ നിലം, ഒരിക്കൽ പോലും തിരികെ വരാത്ത പ്രാക്കളായി നാം പോകുവാനല്ല. തിരികെ വരണം, നമ്മൾ സന്ദേശങ്ങൾ കൊണ്ടുവരണം. മുൻകാലങ്ങളിൽ ദൈവത്തോട്, ഉടയവനോട് നാം ഏത് സന്ദേശം കൊണ്ടുവന്നുവോ, യജമാനനെ, ദേശത്ത് ഇപ്പോഴും വെള്ളം നിൽക്കുന്നു, ഇല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഭക്ഷിപ്പാനുണ്ട്, കർത്താവെ എനിക്ക് തന്നതിനായി സ്തോത്രം എന്ന് പറയുന്ന ഒരു ഹൃദയം, താങ്ക്ഫുൾ ഹാർട്ട്, ഒരു റിഗാർഡ്സ് ദൈവത്തോട് പുലർത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സ്നേഹിക്കുന്നു. നമ്മെ നിഷ്കളങ്കരെന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ മലിനമില്ലാത്ത വിശുദ്ധന്മാരെന്ന് ദൈവം നമ്മെ വിളിക്കുമ്പോൾ, മറുഭാഗത്ത് നന്മകളുടെയും സമൃദ്ധിയുടെയും സമയങ്ങളിൽ, സാഹചര്യങ്ങളിൽ തിരികെ വരാത്ത, ദുഃഖിപ്പിക്കുന്നവരായി, സങ്കടപ്പെടുത്തുന്നവരായി നാം മാറാതിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും നമ്മെ സ്നേഹിക്കുകയാണ്, വിളിക്കുകയാണ്. ഉയർച്ചയിലും താഴ്ചയിലും ദൈവത്തോട് അടുക്കുന്നവരായി, ദൈവത്തെ മറന്നു കളയാത്തവരായി തീരുവാൻ ദൈവം നമുക്കും നമ്മുടെ തലമുറകൾക്കും ഭാഗ്യം തരട്ടെ. ഗാഡ് ബ്ലെസ് യു.